ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോഴങ്ങനെയാണ്, എല്ലാം മനസ്സിൽ ഒതുക്കി പിടിക്കേണ്ടതായി വരും. പരിശുദ്ധ മാതാവിനെ പോലെ കേട്ടത് വലിയ കാര്യങ്ങളാണ്, അതുപോലെ ഒന്നുമല്ല സംഭവിക്കുന്നത്. രാജകുമാരനെ കുറിച്ച് കേട്ടത്, പക്ഷേ ജന്മം നൽകാൻ ഒരു കാലിത്തൊഴുത്ത് അഭയമായി തേടേണ്ടതായി വന്നു. എന്നിട്ടും ഒരു പരിഭവവുമില്ലാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മാതാവ് ഒരു മാതൃകയായി നിൽക്കട്ടെ. കേട്ടതൊന്നുമായിരിക്കില്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോഴും പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ വഴിയാ നടക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയിലാ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കുറവുകളൊക്കെയാണെങ്കിലും ഒരു പരിഭവവുമില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാം. എങ്കിൽ അമ്മയെപ്പോലെ ഒരു നാൾ നക്ഷത്രങ്ങൾ ശിരസിലേറ്റാൻ ദൈവം അവസരം തരും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.